ലേസും ചിക്കനും ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ലേസ് ചിക്കൻ റെസിപ്പി കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ചിക്കൻ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചെറിയ ക്യൂബുകളാക്കിയ ചിക്കനിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണേ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലേസ് എടുക്കാം. ഞാനിവിടെ മഞ്ഞ ലേസാണ് എടുത്തിട്ടുള്ളത്. ലേസ് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ഇനി ഇത് കൈകൊണ്ടൊന്ന് ഇതുപോലൊന്ന് പൊടിച്ച് കൊടുക്കണേ. ഇത്രയും ലേസ് ഇതിന് പകുതി ചിക്കനേ തികഞ്ഞുള്ളൂ. ബാക്കി പകുതി ചിക്കൻ ഞാൻ പിന്നെ രണ്ടാമത് ലേസ് മേടിച്ചിട്ടുണ്ടാക്കുമായിരുന്നേ. അപ്പോൾ ഒരു 40 രൂപയുടെ പാക്കറ്റൊക്കെ എടുക്കുവാണെങ്കിൽ ഇത്രയും ചിക്കനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചിക്കൻ ഇതുപോലെ ലേസിൽ കോട്ട് ചെയ്തിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ നിറമാകുന്നേരം വരെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ലേസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കഴിക്കാനായിട്ട്. അകം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ലേസ് ചിക്കൻ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടിയിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാനായിട്ട്.